പ്രിൻസിപ്പൽ മാഡം, ആദരണീയരായ അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കേവർക്കും അറിയാവുന്നതുപോലെ എല്ലാ വർഷവും ഫെബ്രുവരി മാസം 21-ാം തീയതി ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നു. എന്തിനാണ് മാതൃഭാഷാ ദിനം നാം ആചരിക്കുന്നത്? നമ്മുടെ അമ്മയാകുന്ന മാതൃഭാഷയെ ഓർക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനങ്ങളെപ്പറ്റി ആലോചിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ ദിവസം നമ്മൾ ഓർക്കുന്നത്. എന്താണ് മാതൃഭാഷ? ഓരോ മനുഷ്യൻ്റെ ജനനം മുതൽ നമ്മൾ നോക്കുമ്പോൾ അയാൾ ആദ്യമായി ഉച്ചരിക്കുന്ന വാക്ക് മുതൽ അയാളുടെ മരണം വരെയുള്ള ഓരോ ചിന്തയും മാതൃഭാഷയിലായിരിക്കും. നമ്മുടെ സംസ്കാരത്തെ പറ്റിയും പൈതൃകത്തെ പറ്റിയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് മാതൃഭാഷയാണ്. ഇത്തരത്തിൽ മാതൃഭാഷ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റു ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ തൻ. മാതാവിൻ വാത്സല്യദുഗ്ധം നുകർന്നതിനാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്നിങ്ങനെ മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയത് ഞാനിപ്പോൾ ഓർക്കുന്നു. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പെറ്റമ്മയ്ക്ക് എന്ത് സ്ഥാനമാണോ നൽകുന്നത്, അതേ സ്ഥാനം തന്നെയാണ് മാതൃഭാഷയ്ക്കും നൽകേണ്ടത്. പെറ്റമ്മയുടെ സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ മാതൃഭാഷയ്ക്കും നമ്മോടുണ്ട്. നമ്മുടെ ചരിത്രം, നമ്മുടെ പൈതൃകം, നമ്മുടെ നാട് എന്നിവയെപ്പറ്റി നമ്മെ പഠിപ്പിക്കുന്നത് മാതൃഭാഷയാണ്. മാതൃഭാഷ നമുക്ക് നമ്മുടെ പൈതൃകത്തെയും സംസ്കാരത്തെയും കാട്ടിത്തരുന്നു. എന്നാൽ മാതൃഭാഷ ഇന്ന് മരണമടയുകയാണ്. ചരിത്രത്തോളം പഴക്കമുള്ള നമ്മുടെ മാതൃഭാഷ ഇന്ന് ചരമമഴിയുന്നു. മേഘസന്ദേശങ്ങളും താളിയോലകളും എഴുത്തുകളും പത്രത്താളുകളും മറ്റും ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ എന്നിവയിലേക്ക് വഴിമാറുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് മുൻപിൽ മലയാള ഭാഷ വൈകാതെ അടിയറവ് പറയേണ്ടി വരും. അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയുടേതായി തന്നെ ഇരിക്കട്ടെ എന്ന് കവിയായ പി. മധുസൂദനൻ നായർ തൻ്റെ കവിതയിലൂടെ നമ്മളോട് പറയുന്നു. അമ്മയുടെ എഴുത്തുകൾ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് മാതൃഭാഷയാണ്. ഇവിടെ മാതൃഭാഷയോട് മനുഷ്യർക്ക് എക്കാലവും സ്നേഹവും ബഹുമാനവും വേണമെന്ന് കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാതൃഭാഷയുടെ മഹത്വം മനസ്സിലാക്കാത്തവർ മനുഷ്യരല്ല. കാരണം മനുഷ്യർ പെറ്റമ്മയെ പോലെയാണ് മാതൃഭാഷയെ കാണേണ്ടത്. മാതൃഭാഷയെ അവഗണിക്കുന്നത് തൻ്റെ അമ്മയെ അവഗണിക്കുന്നതിന് തുല്യമായിട്ടാണ് മനുഷ്യർ കാണേണ്ടത്. സമൂഹജീവിയായ മനുഷ്യന് സമൂഹത്തിലുള്ള തൻ്റെ ജീവിതം സാധ്യമാകണമെങ്കിൽ അതിന് മാതൃഭാഷ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ തായ്മൊഴിയായ മലയാളത്തോടുള്ള സ്നേഹവും ബഹുമാനവും നിലനിൽക്കുക തന്നെ വേണം. ഇന്നത്തെ സാഹചര്യത്തിലും നാം ഒരിക്കലും നമ്മുടെ മാതൃഭാഷയോടുള്ള സ്നേഹവും ബഹുമാനവും വാത്സല്യവും നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കരുത്. ഈ ആശയത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Hello everyone, here we are again to celebrate yet another International Day, International Mother Language Day. International Mother Language Day is observed every year on 21st February to promote linguistic and cultural diversity and multilingualism. It was an initiative of Bangladesh which later became significant in promoting the preservation and protection of all languages. The theme of International Mother Language Day 2021 is Fostering Multilingualism for Inclusion in Education and Society. International Mother Language Day recognizes that languages and multilingualism can advance inclusion and the Sustainable Development Goals with focus on leaving no one behind. UNESCO believes that education on the first language or the mother tongue must begin from the early years, as early childhood care
and education is a foundation learning. This year's observance is a call on policymakers, educators and teachers, parents and families to scale up their commitment to multilingual education and inclusion in the education recovery in the context of COVID-19. This effort also contributes to the United Nations International Decade of Indigenous Languages, for which UNESCO is the lead agency. Every 2 weeks, a language disappears, taking with it an entire cultural and intellectual heritage. At least 43% of the estimated 6,000 languages spoken in the world are endangered. Only a few hundred have genuinely been given a place in the education system and the public domain, and less than 100 languages are used in our day-to-day life in the digital world today. So, it has become the need of the hour and a duty to preserve our mother language. International Mother Language Day well serves the purpose. Thank you. India is just like a roadmap. It tells us where its people come from and where they are going. Hi everyone, today I would like to talk about the languages of our country, India. India writes in many languages and speaks in many more voices, and yet now the communication has never been broken down or end. Writings came to India much before than many other civilizations like the Indus Valley civilization. Today, India is perhaps the largest base of books, authors and publishing houses which publishes more than 70,000 new titles every year which are enjoyed by over 600 million readers. Now, let me talk about the linguistic space of our country, India. The earliest form of speech were reflected in the ancient texts like the Rig Veda, the Brahmanas and the Upanishad. It is composed to be sung or recited, and they were orally transmitted from generations to generations before being written down. Now, let's talk about the writing systems in our country. The first one is the Indus Valley script. As the name suggests, it is a product of the now well-known Indus Valley civilization. It was a home of the largest of the 4 urban civilizations, along with others like the Mesopotamian, the Egyptian, the Chinese civilizations, etc. The samples are so huge, but the main corpus of writing of this script includes 2,000 brief seals and then 6 to 26 tablets of symbols, some of which are still undeciphered. Now, the second one is the Brahmi script. This script was developed after the Indus Valley script. This was used to write the Sanskrit during the Gupta period. And the third one is the Kharosthi script. This script is all about writing the Sanskrit and Prakrit languages in the modern day Pakistan. Now, let me talk about the languages of some Indian states which are spoken. Many languages are spoken in different Indian states, but some major languages of some states, just like Gujarat, Gujarati, Punjab, Punjabi, or Kerala, Malayalam, Himachal Pradesh, Hindi, Nagaland, English, etc. Now, let me talk about the linguistic recognition. As of today, 22 languages are considered to be the main languages in the 8th schedule of our country, India. Only 14 languages were included first, another 8 languages were included later. The first Prime Minister of our country, Sri Pandit Jawaharlal Nehru, had made this comment about the recognition of languages, and these languages are known as the scheduled languages of our country, India. Besides scheduled languages, according to the India census, it includes 1,576 rationalized languages along with 1,576 other major mother tongue languages. Now, let me talk about the major language families. The first one is the Indo-Aryan family. The largest chunks of languages and many other mother tongues which we speak not only in India and many other parts of our country belong to this Indo-Aryan family. The second one is the Dravidian family. The major languages of India like Kannada, Tamil, Telugu, Malayalam all are a part of the Dravidian family. And the third one is the Austric family. Sandali, which is the most important language of the Adivasis, is considered to be belonging to the Austric family.
Now, let me talk about the languages in schools. Indian schools they teach 58 to 64 major languages as either as a medium of instruction or as subjects. At last, I would like to conclude my speech by saying that a new language is a new vision for life. That's all. Thank you and have a nice day.